പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊബൈലിൽ നിന്നും നമ്മളുടെ ലൊക്കേഷൻ നമ്മുടെ കൂട്ടുകാരിലേക്ക് എങ്ങനെയാണ് ഷെയർ ചെയ്തെത്തിക്കുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക. 4 മെത്തേഡാണ് ഞാൻ ഇന്ന് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് അറിവുള്ളത് തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണ് എന്ന് പരിചയപ്പെടാം. ആദ്യത്തെ മെത്തേഡ് നമ്മൾ സാധാരണ വാട്സപ്പിലൂടെ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഇപ്പം വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഒരു പിന്നിൻ്റെ ഒരു ഐക്കൺ കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലൊക്കേഷൻ എന്നൊരു ടാബ് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യാണ്, അതുകൊണ്ട് അലോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അലോ പെർമിഷൻ നിങ്ങൾ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇതുപോലെ ലൊക്കേഷൻ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് ആ ലൊക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്തിട്ട് വരും. ഇവിടെ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നും സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നും കാണാൻ സാധിക്കും. നമുക്ക് സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നത് നമ്മൾ എവിടെയെങ്കിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ അത് ലൈവായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഷെയർ ലൈവ് ലൊക്കേഷൻ. ഇവിടെ താഴെ സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ലൊക്കേഷൻ സെൻഡ് ചെയ്യാൻ വാട്സപ്പിലൂടെ സാധിക്കും. ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരായിരിക്കും എല്ലാ കൂട്ടുകാരും. എന്നാൽ ഫേസ്ബുക്കിലൂടെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാം. അതിനായിട്ട് നമുക്ക് ഫേസ്ബുക്കിൻ്റെ തന്നെ ആപ്ലിക്കേഷനായ മെസ്സഞ്ചറിലൂടെയാണ് നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കുക. അതിനായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ഉടനെ താഴെ ഇടത് ഭാഗത്ത് ഒരു 4 ഡോട്ട്സ് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് താഴെ ലൊക്കേഷൻ എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ മേക്ക് മീറ്റിംഗ് അപ്പ് ഈസിയർ എന്ന ഭാഗവും ഓക്കെ എന്ന് കൊടുക്കുന്ന ഒരു നീല കളറും കാണാം. ഇവിടെ ഓക്കെ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും അലോ പെർമിഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ഒരു ചുവപ്പ് ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ സെൻഡ് പിൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ഈ വ്യക്തിക്ക് സെൻഡ് ആകുന്നതായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും എങ്ങനെയാണ് ലൊക്കേഷൻ ഷെയർ ചെയ്യുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ മൊബൈലിൽ ഉള്ള മാപ്സ്, അതായത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ഏത് മാപ്സ് ആയാലും നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്സാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത ഉടനെ വലതുവശത്ത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെയായിട്ട് ലൊക്കേഷൻ ഷെയറിംഗ് എന്ന ഭാഗം നിങ്ങൾക്ക് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഷെയർ ലൊക്കേഷൻ എന്ന് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്ട്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ മെയിലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ലൊക്കേഷൻ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പം വാട്സപ്പിലാണെങ്കിൽ ഞാനിപ്പം വാട്സപ്പ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ വാട്സപ്പിലുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഇതിപ്പോൾ ലൊക്കേഷൻ ലോഡായിക്കൊണ്ട് വരികയാണ്. ലോഡായിട്ട് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ആ പ്ലേസ് ഇവിടെ ലൊക്കേഷൻ ഇവിടെ ആഡായിട്ട് വരും. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാം. ഇപ്പോൾ വാട്സപ്പ് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഞാനൊരു സുഹൃത്തിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സെൻഡ് എന്നുള്ള ബട്ടൺ താഴെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ലൊക്കേഷൻ സെൻഡ് ആവുന്നതായിരിക്കും. ഇനി നാലാമതായിട്ട് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെയാണ് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ മൊബൈലിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിൽ തന്നെ നമ്മുടെ ലൊക്കേഷൻ ആഡ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ മൊബൈലിലെ ക്യാമറ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നം കാണാം.
ചില മൊബൈലുകളിൽ താഴെയായിരിക്കും അല്ലെങ്കിൽ വലതുവശത്തായിരിക്കും. എൻ്റെ മൊബൈലിൽ ഇടതുവശത്ത് മുകളിലാണ് കാണുന്നത്. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത ഉടനെ ഇവിടെ കുറച്ച് താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ലൊക്കേഷൻ ടാഗ്സ് എന്ന ഭാഗം ഇവിടെ ഡിസബിൾ ആയിരിക്കും. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ലൊക്കേഷൻ ടാഗ്സ് എന്നാണ് എൻ്റെ മൊബൈലിലുള്ളത്. ചില മൊബൈലുകളിൽ GPS ടാഗ്സ് എന്നായിരിക്കും കാണുക. അതൊന്ന് ഇതുപോലെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ പെർമിഷൻ അലോ കൊടുക്കേണ്ടതായിട്ടുണ്ടാവും. അവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വന്നതിന് ശേഷം ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ സെൻഡ് ചെയ്യാം. ഇപ്പോൾ സെൻഡ് ആയിട്ടുണ്ട്. നമുക്ക് ഗാലറിയിൽ നിന്നും ഈ ഫോട്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഗാലറി ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ വന്ന ഉടനെ നമുക്ക് വലതുവശത്ത് 3 ഡോട്ട്സ് കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലൊക്കേഷൻ വന്നിട്ടുണ്ട്. എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതുപോലെ 4 മെത്തേഡിലൂടെ നമുക്ക് നമ്മുടെ കൂട്ടുകാരിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. പുതിയൊരു അറിവുമായി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.